ഹലോ ഗൈസ്, അപ്പോൾ അമ്മ ചെറിയൊരു സ്നാക്സിനുള്ള തയ്യാറായണേന്. എന്താ അമ്മേ? അതെ, മിച്ചറും കൊണ്ട് നമുക്ക് ഒരു സ്നാക്സ് ഉണ്ടാക്കാം. എപ്പോഴും ഇങ്ങനെ മിച്ചർ വെറുതെ അല്ല കഴിക്കണത്. അപ്പോൾ എപ്പോഴും മിച്ചർ വെറുതെ കഴിക്കണോണ്ട് ഒരു കുട്ടി സ്നാക്സ് ആണ് അമ്മ കാണിക്കാൻ പോണത്. ഇത് എല്ലാവരും ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ടാവും, പക്ഷേ നമുക്കിതൊന്നും ട്രൈ ചെയ്ത് നോക്കാം, കഴിച്ചൊക്കെ നോക്കാം. അത് ഇതരിഞ്ഞു. അപ്പോൾ ഗൈസ് സവാളയൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്ത് എന്താന്ന് നോക്കാം. അപ്പോൾ ഗൈസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് എന്തൊക്കെയുള്ളത്? തക്കാളി, സവാള, പിന്നെ കറിവേപ്പില, പിന്നെ ഞാൻ ഇത്തിരി മുളക് പൊടി ഇട്ടേട്ടാ. ഇച്ചിരി മുളക് പൊടി ഇട്ട്, പിന്നെ മസാലപ്പൊടി നമുക്കൊരു ഇച്ചിരി ഇടാം. സ്വല്പം മസാലപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ചെറുനാരങ്ങ നീര് പിഴിയാം. നീരില്ലല്ലോ, ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് തണുത്തിരിക്കണം. കയ്യിലൊക്കെ തെറിയണം. എന്താ തണുത്തിരിക്കണം, തണുത്ത് മരവിച്ചു പോയി. നീരുണ്ട്. അപ്പൊ ചെറുനാരങ്ങയുടെ കുരുവൊക്കെ എടുത്ത് കളയട്ടോ. കുരു കടിക്കും. എന്നിട്ട് നമുക്ക് പിന്നെ ബോംബെ മിക്സർ ഉണ്ടാക്കിയതാണ്. അങ്ങോട്ട് പിന്നെന്താ, എന്നിട്ട് അതിന് നമുക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് പറഞ്ഞ ഉപ്പ് ഒരു കുറച്ച് മതി, ഓവർ വേണ്ട. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. പിന്നീട് ഒരു കൂട്ടം കൂടി ഉണ്ടട്ടെ ഇല്ലിടാൻ. പിന്നെന്താ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സാധനമാണ് സോസ്. ഞാൻ മറന്നുപോയി. ടൊമാറ്റോ സോസ് ഒഴിക്കണം. ഇതാണ് നമ്മുടെ മെയിൻ നടൻ ഇറങ്ങണേണ്. മെയിൻ നടൻ വന്നു, കിസാന്റെ സോസാണ്. അപ്പൊ അത് വരുമ്പോഴാണ് ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്കിത് മിക്സ് ചെയ്തിട്ട് നമുക്കിനി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അങ്ങനെ ഗൈസ് റെഡിയായി, മിക്സ് ഒക്കെ ചെയ്ത് പിന്നെന്താ, ഇനി കാപ്പിയാണ്. കട്ടൻ കാപ്പി. അപ്പോൾ കാപ്പിയും ഇതും കൂടിയാണ് ഞങ്ങൾ ഇന്ന് കഴിക്കാൻ പോകുന്നത്. എല്ലാവരും ചായ കുടിച്ചോ? ബാക്കി കോഡ്പിൻ പറഞ്ഞോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ടൊക്കെ ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.